നിങ്ങൾ മനസ്സിലാക്കണം, വസ്തുത വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഡേറ്റ് പറയും. 17 ഈ ഓഗസ്റ്റ് 17-ാം തീയതി ഇവിടെ നിന്ന് 18,000 ഉറുപ്പ്യ കൊടുത്ത് കെൽവിനേറ്ററിന്റെ ഫ്രിഡ്ജ് വാങ്ങി. പാർട്ടിയുടെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. സുൽത്താൻപേട്ട LP സ്കൂളിലെ 5, 6, 7, 8 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും മറ്റു സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വാങ്ങിയത്. ഞങ്ങളുടെ പാർട്ടിയുടെ പണം കൊടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ കേടുവന്ന് വർക്ക് ചെയ്യുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പൊ പോകുക. സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിലെ ചെറിയ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വാങ്ങിയിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ കേടുവന്നു. ഇവനെ വിളിച്ച് പറഞ്ഞപ്പോ ഇവിടെയൊന്നുമില്ല, നിങ്ങൾ കെൽവിനേറ്റർ കമ്പനി പോകുന്നു. കെൽവിനേറ്റർ കമ്പനിയുടെ ഫ്രിഡ്ജിനകത്ത് വെച്ച് വിറ്റിട്ട് ഞങ്ങൾ കെൽവിനേറ്റർ കമ്പനി നല്ല വാങ്ങിയത്, ഞങ്ങൾ ഇവിടുന്നാണ് വാങ്ങിയത്. ഇവിടുന്ന് വാങ്ങിയ ഫ്രിഡ്ജ് 12-ാം ദിവസം കേട് വന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് നന്നാക്കി തരാൻ പറ്റണില്ല. അതിന്റെ പൈസ ഞങ്ങൾ വന്ന് പൈസ താ, ഞങ്ങൾ പോകാം, വേറെ ഫ്രിഡ്ജ് തരാൻ നിനക്ക്. ഈ കെൽവിനേറ്റർ ഫ്രിഡ്ജിന് പകരം അതിനേക്കാൾ മോശം ഫ്രിഡ്ജാണ് ഇവൻ തരണമെങ്കിലോ ഞങ്ങൾ പൈസ തരും. ഞങ്ങൾ വേറെ എവിടെയും പോയി ഫ്രിഡ്ജ് വാങ്ങിക്കോളാം. പൈസ തരാൻ പറ്റില്ല, വേറെ എങ്കിലത്തെ ഫ്രിഡ്ജിന്റെ അത് തരാമെന്ന്. ന്യായമാണോ ഇത്? സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് പാലും ഭക്ഷണ സാധനം വെക്കാനായി ഡബിൾ ഡോർ ഫ്രിഡ്ജ് പാർട്ടിയുടെ പൈസ കൊടുത്തിട്ട് 142 ബ്രാഞ്ചുള്ള ഇവൻ മുതലാളി, ഇവൻ കഴിഞ്ഞ ആഴ്ച 50 കോടി ഉൾപ്പെടെ വിമാനം വാങ്ങിയിട്ടുണ്ട്. 50 കോടി ഉൾപ്പെടെ വിമാനം. ഇങ്ങനെ പറ്റിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്? ചോദിക്കട്ടെ നാട്ടുകാര്, ഞങ്ങളുടെ ബില്ലുണ്ട്. അവന് ഞങ്ങൾ പറഞ്ഞൊരു മാനക്കേടുണ്ടെങ്കിൽ ഒരു പോലീസിനെ കോടതി കേസ് കൊടുക്കുക. പോലീസിനെ കോടതിയിൽ നീ കേസ് കൊടുക്ക്, അവരെ ഞങ്ങൾ പറയാൻ തയ്യാറാണ്. ഞങ്ങളുടെ ബില്ലുണ്ട്, വാറണ്ടി കാർഡുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാം ഫ്രിഡ്ജ്. സുൽത്താൻപേട്ട ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളുടെ ആ സ്കൂളിന്റെ അകത്ത് ഇപ്പോഴും ഫ്രിഡ്ജുണ്ട്. എലിമിനേറ്റർ കമ്പനിയുടെ ഫ്രിഡ്ജ് ഇവന്റെ ബില്ല് കൊടുത്ത് വാങ്ങിയത്. തുറന്നിടാന്ന് കേക്കട്ടെ, അവൻ അകത്തിരിക്കുന്നവൻ ആര് തുറന്നിടാ? എടുത്ത് തുറക്കാതെ പിന്നിട്ടാക്കോ. ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യാൻ പറയും, തുറന്നു വെക്കടാ.